ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എത്ര പേർക്ക് അബ്രോഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്? അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേരിയസ് കൺട്രീസിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം ക്വാളിഫിക്കേഷനാണ്, അവിടുത്തെ റിക്വയർമെൻറ്റ്സ് എന്തെല്ലാമാണ്, ഏതൊക്കെ എക്സാമുകളാണ് പാസ് ആവേണ്ടത്. സോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കൺട്രിയാണ് യുണൈറ്റഡ് കിങ്ഡം അഥവാ UK എന്ന് പറയുന്നത്. UK-യിൽ നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് NMC-യിൽ രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ NMC-യിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് നമ്മളൊരു ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സായിരിക്കണം. അത് IELTS അല്ലെങ്കിൽ OET ആവാം. മൂന്നാമത് നമ്മൾ CBT നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ പാസ്സാവണം. അതിനുശേഷം ഇവിടെ എത്തിയതിന് ശേഷമുള്ളൊരു എക്സാമാണ് OSCE എന്ന് പറയുന്നത്. അതൊരു പ്രാക്ടിക്കൽ എക്സാമാണ്. അപ്പോൾ ഇത്രയും കടമകളോട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് NMC പിന്ന് കിട്ടും. പിന്ന് കിട്ടിയതിന് ശേഷം നമുക്കൊരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് UK-യിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അയർലൻഡിൽ RN-ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം UK പോലെ തന്നെ സിമിലർ ആണ്. ആദ്യം നമ്മൾ OET അല്ലെങ്കിൽ IELTS പാസ്സാവുക. അതിനുശേഷം നമ്മൾ NNBI-യിൽ രജിസ്റ്റർ ചെയ്യുക. ഇതൊരു കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. വൺസ് ഡിസിഷൻ ലെറ്റർ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നെ വിസയും കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. വിസ കിട്ടി ഇവിടെ വന്നതിന് ശേഷം വീണ്ടും നമ്മൾക്ക് UK-ലെ പോലെ തന്നെ OSCE എക്സാമും തിയറി എക്സാമും പാസ്സാവണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഇവിടുത്തെ രജിസ്ട്രേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി അടുത്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അവിടെ നമുക്ക് ഒരു ലൈസൻസ് എക്സാം മസ്റ്റായിട്ട് പാസ്സായിരിക്കണം. അവിടുത്തെ ലൈസൻസ് എക്സാമിന് പറയുന്ന പേരാണ് NCLEX RN. അപ്പോൾ NCLEX RN പാസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ മുമ്പേ തന്നെ നമുക്ക് ഒരു ലാംഗ്വേജ് ടെസ്റ്റും കൂടെ പാസ്സാവണം. അത് മാൻഡറ്ററി ആണ്. ലാംഗ്വേജ് ടെസ്റ്റായിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് OET ഇപ്പോൾ ചില സ്റ്റേറ്റ്സിലൊക്കെ അവിടെ അക്സെപ്റ്റബിൾ ആണ്. IELTS അല്ലെങ്കിൽ TOEFL, PT ഇങ്ങനെയുള്ള ലാംഗ്വേജ് ടെസ്റ്റും കൂടെ പാസ്സാവേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് US നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഓസ്ട്രേലിയയുടെ കാര്യം നോക്കാനാണെങ്കിൽ സെയിം നമ്മളൊരു ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സായിരിക്കണം. അത് OET അല്ലെങ്കിൽ IELTS. അതിനുശേഷം നമ്മൾ ആപ്രയിൽ രജിസ്റ്റർ ചെയ്യുക. അതുകൂടാതെ തന്നെ നമ്മൾ NCLEX RN-ഓ അല്ലെങ്കിൽ OSCE പോലുള്ള എക്സാംസും പാസ്സാവേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്താണ് ന്യൂസിലൻഡ്. ന്യൂസിലൻഡ് എന്ന് പറയുമ്പോൾ സെയിം നമ്മൾ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സായിരിക്കണം. IELTS അല്ലെങ്കിൽ OET. അതിനുശേഷം നമ്മൾ ന്യൂസിലൻഡ് കൗൺസിലിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു CAP എന്ന് പറഞ്ഞൊരു കോമ്പിറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ടാവും. അത് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എംപ്ലോയറിനെ കണ്ടുപിടിക്കുകയും തുടർന്ന് നമ്മൾക്ക് RN-ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇനി ജർമ്മനി നോക്കാനാണെങ്കിൽ ജർമ്മനി ഇപ്പോൾ ഒരു വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് നഴ്സുമാർക്ക് കൊടുക്കുന്നത്. പക്ഷേ ഉള്ളൊരു റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ല, പകരം ജർമ്മൻ ലാംഗ്വേജ് തന്നെ പാസ്സായിരിക്കണം. BTU റിക്വയർമെന്റോട് കൂടി ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവുക. കൂടാതെ വേരിയസ് അഡാപ്റ്റേഷൻ കോഴ്സുകളും അതും കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് ജർമ്മനിയിൽ RN-ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി കാനഡ ആണെങ്കിലോ അവിടെയും സെയിം തന്നെയാണ്. IELTS അല്ലെങ്കിൽ OET പോലെയുള്ള ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാവുക. തുടർന്ന് NCLEX RN പോലെയുള്ള ലൈസൻസ് എക്സാംസും പാസ്സാവുക. ഇനി ചില പ്രൊവിൻസസിലൊക്കെ അവരുടേതായിട്ടുള്ള എക്സാംസ് ഉണ്ടാവും. അപ്പോൾ എന്താണോ അതിന്റെ ക്രൈറ്റീരിയ അതനുസരിച്ച് ആ ഒരു എക്സാമും നമ്മൾ പാസ്സാവേണ്ടതായിട്ട് വരും. ഇനി ഇത് കൂടാതെ ഒരുപാട് നഴ്സുമാർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് GCC എന്ന് പറയുന്നത്, അതായത് ഗൾഫ് കൺട്രീസ് എന്ന് പറയുന്നത്. 1 അല്ലെങ്കിൽ 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സാം എഴുതി നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഗൾഫ് കൺട്രി എന്ന് പറയുന്നത്. കുവൈറ്റ് ആയിക്കോട്ടെ, UAE ആയിക്കോട്ടെ, സൗദി അറേബ്യ ആയിക്കോട്ടെ, ഇവിടെയെല്ലാം ഒരുപാട് നഴ്സുമാർ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല. പകരം അവരുടേതായിട്ടുള്ള എക്സാംസുകളുണ്ട്. ഓരോ സ്ഥലത്തെയും ഉള്ള പെർട്ടിക്കുലർ എക്സാംസ് ഉണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ MOH, പ്രോമെട്രിക് അങ്ങനെയുള്ള ഒരുപാട് എക്സാംസ് ഉണ്ടാവും. അപ്പോൾ അതായത് എക്സാംസുകൾ നമ്മൾ പാസ്സായതിനു ശേഷം എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ കരിയർ ഗ്യാപ്പ് അതുണ്ടാവാൻ പാടില്ല. നമ്മുടെ ഡേറ്റ ഫ്ലോ അവർ നിർബന്ധമായി നോക്കിയിരിക്കും. എവിടെയെങ്കിലും നമ്മളൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എലിജിബിൾ ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു ഡേറ്റ ഫ്ലോ എലിജിബിൾ ആയിരിക്കണം. ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാവില്ല. പകരം MOH, പ്രോമെട്രിക് അങ്ങനത്തെ എക്സാംസ്, DHA പോലെയുള്ള എക്സാംസിലൊക്കെ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഗൾഫ് കൺട്രികളിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാമാണ് ഓരോ കൺട്രിയിലും RN-ആയിട്ട് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ എക്സാംസിന്റെ കാര്യങ്ങളൊക്കെ. ഇതിൽ ഏതെങ്കിലും കൺട്രിയുടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൺട്രിയുടെ നെയിം ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.